ഈ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എന്ത് ഇടപെടലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ റിസൾട്ടായിട്ടൊന്നും നമുക്ക് പറയാനില്ല. ഈ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലിൻ ചുവട്ടിൽ ഇങ്ങനൊരു സമരം നടക്കുമ്പോൾ അത് എന്താണ് എന്ന് അന്വേഷിക്കാത്ത, അതായത് ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ, ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, അവരവിടെ ചെന്ന് ഡൽഹിയിൽ ചെന്ന് ജന്തർ മന്ദറിൽ ചെന്ന് ഫ്ലൈറ്റിൽ അത്രയും ദൂരം ചെന്ന് അവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് എന്ന് കാണിക്കാനെങ്കിലും അവിടെ ചെന്ന് ഇത് ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മറിച്ച് അതിൽ ചെറിയൊരു ആശങ്കയുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ കാലിൻ ചുവട്ടിലുള്ള ഈ പറയുന്ന അതേപോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കാം. നമസ്കാരം. രാജ്യ തലസ്ഥാനത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുന്ന വേളയിലും പ്രമുഖർ ഉൾപ്പെടെ അവരെ പിന്തുണച്ചുകൊണ്ട് നിലവിലിപ്പോൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനടക്കം നിരവധി MLA-മാർ, MP-മാർ, അതുകൂടാതെ CPM-ൻ്റെ മുതിർന്ന നേതാക്കൾ, MP-മാർ എല്ലാവരും തന്നെ ഈ ഒരു പ്രതിഷേധത്തെ പിന്തുണച്ചുകൊണ്ട് ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഡൽഹി പോലീസിൻ്റെ കസ്റ്റഡിയിലായ MLA-മാരും MP-മാരും മന്ത്രിമാരും ഉൾപ്പെടെ ഉള്ളവരുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരവും നടക്കുന്നത്. അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമരത്തെ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസിൻ്റെ MP-മാരും MLA-മാരും ഉൾപ്പെടെ ഉള്ളവർ ഡൽഹിയിൽ CJP എന്ന പാർട്ടിയുടെ അവരുടെ പ്രതിഷേധത്തിന് ഇത്തരത്തിൽ അനുകൂലമായി രംഗത്ത് വരുന്നതും അവരെ അനുകൂലിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷത്തിൽ ഡൽഹിയിൽ എത്തുന്ന ഒരു കാഴ്ചയും കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് LP-ST റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയായ വളർമതി. മുഖ്യമന്ത്രി അടക്കം CJP പാർട്ടിയുടെ ആ ഒരു പ്രതിഷേധത്തിന് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുകയാണ് നേരിട്ട് തന്നെ. അതേസമയം തന്നെയാണ് നിങ്ങളുടെ സമരവും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ഈ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലിൻ ചുവട്ടിൽ ഇങ്ങനൊരു സമരം നടക്കുമ്പോൾ അത് എന്താണ് എന്ന് അന്വേഷിക്കാത്ത ഈ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എന്ത് ഇടപെടലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ റിസൾട്ടായിട്ടൊന്നും നമുക്ക് പറയാനില്ല. ഞങ്ങളിവിടെ സമരം നടത്തുകയും തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി അങ്ങോട്ട് ചെന്ന് കാണുകയും ഈ നമ്മുടെ റേഷ്യോ കുറയ്ക്കണം എന്നുള്ള ആവശ്യം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നിയമനം സാധ്യമാവുള്ളൂ എന്നുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളത് അനുഭാവപൂർവ്വം കാണുന്നു, പരിഗണിക്കുന്ന വിഷയമാണ് എന്നൊക്കെ പറയുകയും മാധ്യമങ്ങളോട് പറയുകയും തുടർന്ന് നമ്മളോടും അതുപോലെ റേഷ്യോ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും അതുപോലെ ലിസ്റ്റ് കാലാവധി നീട്ടുക എന്നുള്ള വിഷയവുമൊക്കെ പരിഗണിക്കും, എന്നാൽ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു സമയം പറഞ്ഞിട്ടില്ല. ഇനി അത് വാഗ്ദാനങ്ങൾ മാത്രം ആയി പോകരുത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ സമരവുമായി തുടരുകയാണ്. പക്ഷേ നമ്മളിപ്പം വാഗ്ദാനം നൽകി 9 ദിവസം പിന്നിട്ടു. കഴിഞ്ഞ ബുധനാഴ്ച ക്യാബിനറ്റ് ഉള്ള ദിവസമായിരുന്നു വൈകിട്ട് അദ്ദേഹത്തെ കണ്ടത്. എന്നാൽ നാളെ ഇതുവരെ അതിനെ ഉള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്, സംശയമുണ്ട്. കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും ഈ പ്രപ്പോസൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അധികാരികൾക്കും നിർദ്ദേശം കൈമാറിയിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ നാളെ നമ്മൾ കാണും. കണ്ടതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. കാരണം ഞങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങൾക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഷയം ഇത്രത്തോളം കത്തി നിൽക്കുന്ന വേളയിൽ ഞങ്ങളിവിടെ മണ്ണ് തിന്ന് പ്രതിഷേധിക്കേണ്ട അവസ്ഥയൊക്കെ വന്ന സമയത്തും ഈ 10 ദിവസം അന്ന് അവിടെ സമരം ചെയ്തിട്ടും നമ്മളിവിടെ സമരം തുടർന്നിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പാണ്.
പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും പ്രതിഷേധം കടുപ്പിക്കേണ്ടി വന്നത്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അല്ല നാളെ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഇത് എവിടെ എത്തി, നിങ്ങൾ എന്താണ് ഇതുവരെ ഈ 9 ദിവസത്തിനുള്ളിൽ ചെയ്ത്. ഞങ്ങൾ ഈ 9 ദിവസം ഇവിടെ നമ്മൾ AC മുറിയിലല്ലല്ലോ ഇരിക്കുന്നത്. ഈ വെയിലും കാറ്റും മഴയും കൊതുകടിയും ഒക്കെ കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, ഈ തെരുവിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ തെരുവിൽ ഇരുത്താനാണോ ഉദ്ദേശം? അല്ല, നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം ന്യായമായിട്ടുള്ള ആവശ്യം, നമ്മൾ ഇത്രയും പേര് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ലിസ്റ്റിൽ കയറി പറ്റിയ ആളുകളാണ്. അത് വ്യർത്ഥമാക്കാതെ നമുക്ക് ജോലി തരുമെന്ന് പ്രതീക്ഷയിൽ ഞങ്ങളെ എന്താ പറയുക, നമ്മളെ ആശിപ്പിച്ച് പറ്റിക്കുകയാണോ എന്നുള്ളൊരു സംശയം കൂടെ നിലവിലുണ്ട്. അങ്ങനെ നമ്മളെ പറ്റിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഇന്നേ വരെ ഈ ഗവൺമെൻറ് കാണാത്ത ഒരു സമരമുറയിലേക്ക് ഞങ്ങൾ കടക്കും, പ്രതിഷേധിക്കും, പോരാടും. അല്ലാതെ ഞങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിനൊരു അവസരം സൃഷ്ടിക്കാതെ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മിനിസ്റ്റർ എന്തായാലും ഇതിനകത്ത് എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളണം. ഞങ്ങൾക്ക് വേണ്ട നീതി നൽകണം. പിന്നെ പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ തന്നെ ഉയർന്നു വരുന്ന ഇതുപോലുള്ള ചോദ്യങ്ങൾ, അതായത് ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ, ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, അവരവിടെ ചെന്ന്, ഡൽഹിയിൽ ചെന്ന്, ജന്തർ മന്ദറിൽ ചെന്ന്, ഫ്ലൈറ്റിൽ അത്രയും ദൂരം ചെന്ന് അവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പ്രതിനിധികൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏതോ ആയിക്കോട്ടെ, അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് എന്ന് കാണിക്കാനെങ്കിലും അവിടെ ചെന്ന് ഇത് ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മറിച്ച് അതിൽ ചെറിയൊരു ആശങ്കയുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ കാലിൻ ചുവട്ടിലുള്ള ഈ പറയുന്ന അതേപോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കാം. ഇക്കഴിഞ്ഞ ദിവസം വലിയ സമരമുറയായിരുന്നു നിങ്ങൾ നടത്തിയത്. മണ്ണ് വാരി തിന്നു. അതുകൂടാതെ അതിനു മുൻപ് 1000-ൽ പരം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ തടിച്ചുകൂടിയിരുന്നു. അന്നെല്ലാം തന്നെ വാർത്തകളിലും ഈ ഒരു വിഷയം ഇടം പിടിച്ചിരുന്നു. അന്നൊന്നും തന്നെ മലയാള സിനിമയിലെ സിനിമാ താരങ്ങൾ ആരും തന്നെ ഈ ഒരു വിഷയം കണ്ടില്ലേ എന്നുള്ള ചോദ്യമാണ്. കാരണം കോക്രോച്ച് പാർട്ടിയുടെ ഈ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിനെ പിന്തുണച്ച് ടൊവിനോ, അതുകൂടാതെ ദുൽഖർ സൽമാനെ പോലെയുള്ള പ്രമുഖരെല്ലാവരും തന്നെ രംഗത്ത് വരുന്നുണ്ട്. നിങ്ങളെ അവരും കണ്ടില്ല എന്ന് നടിക്കുകയാണോ? അല്ല, എനിക്ക് ഇതിനകത്ത് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഈ നീറ്റ് പ്രതിഷേധം അവിടെ നടക്കുമ്പോൾ ഇത് ഇത്രയും കത്താനുള്ള കാരണം, ആ പ്രതിഷേധം ഇത്രയും ഹൈപ്പാവാനുള്ള ഒരു വിഷയം, അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കരുത്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കണ്ടില്ലെന്ന് നടിക്കരുത്. അതിനെതിരെ ഈ പറയുന്ന സിനിമാ താരങ്ങളടക്കം പ്രമുഖരായ പലരും പ്രതികരിച്ചത് നല്ലൊരു കാര്യമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ സമരം നടത്തുമ്പോൾ അതിനകത്ത് ആക്ഷൻ എടുക്കേണ്ട ആളുകൾ ഗവൺമെൻറ്റാണ്. ഒരിക്കലും അതിനെ നമ്മൾ സിനിമാ താരങ്ങൾ വന്നില്ല അങ്ങനെയൊന്നും നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്, അവരുടെ ഉത്തരവാദിത്ത ബോധമാണ് അതിൽ പ്രതികരിച്ചത്. അതിനെ നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കെട്ടാൻ ഒരിക്കലും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ പല രാഷ്ട്രീയ പാർട്ടികളും എന്തുകൊണ്ട് ഈ സമരത്തിൽ വ്യക്തിപരമായിട്ട്, അതായത് രാഷ്ട്രീയമാക്കാനുള്ള ഒരു ശ്രമം പലയിടത്തുനിന്നും നടക്കുന്നുണ്ട്. നമ്മുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മളെ, അതായത് ഒരു ജനാധിപത്യ ബോധമുള്ള ഏതൊരു വ്യക്തിയും സപ്പോർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ സിസ്റ്റം മാറണം, അല്ലെങ്കിൽ ഈ PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം വേണ്ട. പക്ഷേ അങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കെ ഇങ്ങനെ ഉദ്യോഗാർത്ഥികൾ ഇവിടെ റോഡിലിരിക്കേണ്ട ഒരവസ്ഥയും ഏത് ലിസ്റ്റിനാണെങ്കിലും വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ റോഡിലിറങ്ങും, ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു ബോധ്യം ഭരണകൂടത്തിന് ഉണ്ടാവണം. അത് ചെയ്യാതിരിക്കാൻ, അത് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഭരണകൂടം ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും കടുത്ത പ്രതിഷേധം തന്നെയാണ് ഡൽഹിയിൽ CJP പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇക്കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിൽ LPSD റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരവും കടുപ്പിച്ചിരുന്നു. അന്നൊന്നും തന്നെ ഒരു പ്രമുഖരും ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നില്ല. സിനിമാ താരങ്ങളെ കണ്ടിരുന്നില്ല, രാഷ്ട്രീയ നേതാക്കളെ ആരും തന്നെ കണ്ടിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ കാലിൻ്റെ ചുവട്ടിലാണ് ഈ ഒരു സമരം നടക്കുന്നത്, ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. എന്നിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇക്കഴിഞ്ഞ ദിവസം മലയാള സിനിമാ താരം ടൊവിനോയുടെ വീടിന് മുൻപിൽ യുവമോർച്ച നടത്തിയ ഒരു പ്രതിഷേധത്തിൻ്റെ ബാനർ ഇങ്ങനെയാണ്: കേരളത്തിൽ PSC റാങ്കിലുള്ളവർ മണ്ണ് വാരിത്തിന്ന് പ്രതിഷേധിച്ചിട്ടും കേരളത്തിലെ നഴ്സുമാർ മാസങ്ങളോളം സമരം ചെയ്തിട്ടും
വായ തുറക്കാത്ത രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന നടൻ വീണ്ടും രാഷ്ട്രീയം നോക്കി വായ തുറന്ന് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും എല്ലാ സമരങ്ങൾക്കും രാഷ്ട്രീയ പശ്ചാത്തലം കാണുന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. ഇവരും മനുഷ്യരാണ് എന്നുള്ളതാണ് നമുക്കും പറഞ്ഞു വയ്ക്കാനുള്ളത്. മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോയി. മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷത്ത് ഉള്ള MP-മാർ ഉൾപ്പെടെയുള്ളവർ, MLA-മാർ ഉൾപ്പെടെയുള്ളവർ, മറ്റു മന്ത്രിമാരും വിമാനം കയറി ആ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ പോയത് നല്ല കാര്യം തന്നെയാണ്. എങ്കിലും കാലിൻ്റെ ചുവട്ടിൽ ഇത്തരത്തിൽ യുവാക്കൾ സമരം ചെയ്യുന്നത് കാണാതെ പോയതിലാണ് വലിയ തെറ്റ് ഉള്ളത് എന്നുള്ളതാണ് അഭിപ്രായം. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.